ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് റവ കൊണ്ട് ലഡു ആണ്. കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന തന്നെയാണ്, സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പെട്ടെന്ന് ലഡു കഴിക്കണം എന്നൊരു തോന്നൽ വരുമ്പോൾ നമുക്ക് റവ വീട്ടിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ചിലർക്കൊന്നെങ്കിൽ അത് പെർഫെക്റ്റായിട്ട് വരാത്തൊരു പ്രശ്നമുണ്ട്, ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അതിനുവേണ്ടി ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യൊക്കെ ഒഴിക്കാം. ഓരോരുത്തരുടെ ഇഷ്ടമാണ്, എങ്കിലും നെയ്യ് ഒഴിക്കുമ്പോഴാണ് ലഡു ഒന്ന് സോഫ്റ്റ് ആവുക. അതിലേക്ക് ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ലഡു കഴിക്കണേന്. പക്ഷേ അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നാൽ കാണാനും ഒക്കെ ഒരു ലുക്കാണ്, കഴിക്കാനും ടേസ്റ്റാണ്. അണ്ടിപ്പരിപ്പ് ഇല്ലെങ്കിലും ലഡു ഉണ്ടാക്കാം. അത് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറിൽ ആക്കിയിട്ടൊന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കുക. നമുക്ക് ഈ ലഡു ഉരുട്ടിയെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, മാറ്റി വയ്ക്കുക. പിന്നെ നമ്മൾ മുന്തിരി വേണമെന്നുണ്ടെങ്കിൽ ഇടാം, നിർബന്ധമൊന്നുമില്ല. നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ ലഡു വാങ്ങിക്കുമ്പോൾ ഉണ്ടാവും. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ വീട്ടിൽ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന റവ. അത് ഈ നെയ്യിലിട്ടിട്ട് ചെറിയ തീ കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം. നമ്മൾ റവ നമുക്ക് കഴിക്കത്തക്ക രീതിയിൽ ഈ വറവിൽ അത് വേവണം. കാരണം നമ്മൾ പിന്നെ അത് വേവിക്കണില്ല, റവ വറുത്ത് കഴിഞ്ഞാൽ നമ്മൾ ലഡു ആക്കി ഉരുട്ടിയിട്ട് കഴിക്കുകയാണ്. അപ്പോൾ നേരത്തെ ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തത്. പോരാൻ തോന്നിയപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ലഡു ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ചെറിയ തീയിലിട്ടിട്ട് കുറച്ചധികം സമയം എടുക്കും. ചെറിയ ഫ്ലെയിം കൊടുത്തിട്ട് അങ്ങനെ വറുത്തെടുക്കുക, കരിഞ്ഞു പോവും ചെയ്യരുത്. നിൽക്കാതെ അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം റവയാണ് അറിയാലോ, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എന്നാൽ റവ എല്ലായിടത്തും നന്നായിട്ട് വേവും കൂടി വേണം. ശരിക്കും വേവാതിരുന്നാൽ നമുക്ക് റവ ലഡു കഴിക്കുമ്പോൾ അത്ര ഒരു സുഖം ഉണ്ടാവില്ല. വേറെ നമ്മളിത് വേവിക്കുകയോ വറക്കുകയോ ഒന്നും ചെയ്യണില്ലല്ലോ. അപ്പോൾ അത്യാവശ്യം ഒരു 3/4 വേവ്, 90% അങ്ങ് റവ വേവായി വരുമ്പോൾ നമ്മൾ പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര പൊടിച്ചിട്ട് തന്നെ ഇടണം. അത് മധുരത്തിനനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടം. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് റവയിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1/2 മുതൽ 3/4 കപ്പ് വരെ റവയാണുള്ളത്. പഞ്ചസാര പൊടിച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കട്ടയായിട്ട് കിടക്കുന്നത്. അതിങ്ങനെ നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോൾ അങ്ങ് ഓക്കെ ആയിക്കോളും. കഴിയുന്നുണ്ടെങ്കിൽ ചട്ടകം കൊണ്ട് ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യണ പോലെ ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. കരിയാതെ നോക്കണം, പെട്ടെന്ന് കരിയും. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവും ചെറുതായിട്ട് കരിയാനുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നത്. അത് സൂക്ഷിച്ച് ചെയ്യുക. പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും പെട്ടെന്ന് കരിയും, കാരണം പൊടിച്ച പഞ്ചസാരയാണല്ലോ ഇട്ടത്. പഞ്ചസാര ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്ക് റവ വേവും ചെയ്യും. ഇനി നമ്മൾ കുറച്ച് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് പാലൊഴിച്ച് ഉപ്പുമാവ് പോലെ അങ്ങ് ആക്കരുത്, എന്നാൽ തീരെ കുറഞ്ഞു പോവരുത്. നമ്മൾ പുട്ടിനൊക്കെ പൊടി നനയ്ക്കൂലേ, അതുപോലെ കുറച്ച് നനഞ്ഞതും കുറച്ച് നനയാത്തതും ഒക്കെ ആവുന്ന ആ രീതിയിൽ പാലൊഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പാല് തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല. അഥവാ പാലില്ല എന്ന് വിചാരിച്ചിട്ട് ലഡു ഉണ്ടാക്കാതിരിക്കേണ്ട, വെള്ളം ഒഴിച്ചാലും മതി. ഞാനിപ്പോൾ പാലുള്ളത് കാരണം അങ്ങ് ഒഴിച്ചു എന്നേ ഉള്ളൂ. നമുക്ക് ലഡു കഴിക്കണം, റവ ലഡു ഉണ്ടാക്കണം എന്നാൽ പാല് ഇല്ലതാനും എന്ന് വിചാരിക്കേണ്ട, പാലില്ലെങ്കിലും ഉണ്ടാക്കാം. ഇപ്പോൾ ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരുപാട് ചൂടാറാൻ നിൽക്കരുത് കേട്ടോ. ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ അത് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യം ഒരു അണ്ടിപ്പരിപ്പ് കയ്യിലെടുക്കുക, അതും കൂട്ടിയിട്ട് ഒരു പിടി അങ്ങ് വാരുക. എത്ര ലഡു എത്ര വലിപ്പം വേണമെന്ന് വെച്ചാൽ അത്രയ്ക്കുള്ള ലഡു എടുത്താൽ മതി, റവ എടുത്താൽ മതി. അണ്ടിപ്പരിപ്പ് പുറത്തിങ്ങനെ കാണത്തക്ക രീതിയിൽ അതിനെ ഫിറ്റ് ചെയ്താൽ മതി. നമ്മൾ ആദ്യം തന്നെ അണ്ടിപ്പരിപ്പ് എടുത്ത് കൈ പിടിച്ചു കഴിഞ്ഞാൽ അത് ഉരുട്ടിയെടുക്കുമ്പോൾ കുറച്ചും കൂടി സുഖമായിരിക്കും. ചൂട് നന്നായിട്ട് ആറുന്നതിന് മുമ്പ് ചെയ്യണം. ഒരുപാട് ചൂടിൽ ചെയ്യേണ്ട, അപ്പോൾ നമുക്ക് കൈ പൊള്ളിപ്പോവും. എന്നാൽ തീരെ ചൂടാറിപ്പോവാൻ പാടില്ല. പഞ്ചസാരയൊക്കെ ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടാവും. പിന്നെ ഉരുട്ടിയെടുക്കാൻ സുഖമായിരിക്കും ഒരുപാട് പാലോ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ, പക്ഷേ അപ്പോൾ ലഡു ഒരു സുഖം ഉണ്ടാവില്ല. ചെറിയ നനവേ ഉണ്ടാവാൻ പാടുള്ളൂ. പുട്ടിൻ്റെ ഒക്കെ പൊടി നനയ്ക്കണ പോലെ. പുട്ടിൻ്റെ പൊടി നമ്മൾ ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. പക്ഷേ ഈ ചൂടോടെ ആകുമ്പോൾ, പഞ്ചസാര നല്ല ചൂടോടെ ഇരിക്കുന്ന സമയത്താകുമ്പോൾ ഉരുട്ടാൻ നല്ല സുഖമാണ്. ഇങ്ങനെ ഓരോ എണ്ണം ചെയ്തെടുക്കുക. ഈസിയാണ്, എന്നാൽ സിമ്പിളാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ചെയ്ത് നോക്കുക എല്ലാവരും. ഇപ്പോൾ പാചക പരീക്ഷണത്തിനൊക്കെ പറ്റിയൊരു സമയം കൂടിയാണ്. ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. താങ്ക് യു.